കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന പരിശോധനയിൽ നിരവധി മോഷണ കേസുകളിലെ പ്രതിയടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായ വാർത്ത കണ്ണൂർ വിഷൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലെ സന്തോഷ് ഹോട്ട് ആൻഡ് കൂളിൽ കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുടെ ആക്രമണം നടന്നിരുന്നു. ഇത്തരം സംഭവങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിൽ പതിവാണെന്നാണ് വ്യാപാരികളുടെ പരാതി. ഇതേ തുടർന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാത്രികാല പട്രോളിംഗ് നടത്തിയത്. ഇതിലാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കേസിലെ പ്രതിയായ അഴീക്കോട് ചമ്മാശ്ശേരി പാറയിലെ ബൈജു കണ്ടൻ, ഒപ്പമുണ്ടായിരുന്ന കണ്ണാടിപ്പറമ്പിലെ KT വർഗീസ്, പറശ്ശിനിക്കടവിലെ IC അൻഫീൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയുടെ നേതൃത്വത്തിൽ SI PP ഷമീൽ, CPOമാരായ ശ്രീശാന്ത്, മിഥുൻ, സനൂപ്, ബിജേഷ്, റമീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രാത്രികാല പട്രോളിംഗ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്യുകയായിരുന്നു. മദ്യപ സംഘങ്ങളും ലഹരി മാഫിയ സംഘങ്ങളും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തമ്പടിക്കുന്നത് വ്യാപാര മേഖലയെ ബാധിക്കുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും പരാതിപ്പെട്ടിരുന്നു. പിടിച്ചുപറി സംഘങ്ങളടക്കം ഇവിടെ തമ്പടിക്കുന്നതായാണ് പരാതി. ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് രാത്രികാല പട്രോളിംഗ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.